നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതി പീതാംബരൻ ഇന്നലെ കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാൽ എന്തോ വീരചക്ര വാങ്ങി ഇറങ്ങി വരുന്നതിന് സമാനമാണ്. പീതാംബരനെ കാണാൻ അവിടെ എത്തിയത് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനി. പീതാംബരന് വേണ്ടി കൊടിസുനി കോടതി വരാന്തയിൽ കാത്തുനിന്നു. ഇന്നലെ ഫസൽ വധക്കേസിലെ വിചാരണ നടപടികളുടെ ഭാഗമായി CBI കോടതിയിലെത്തിയതാണ് കൊടിസുനി. അപ്പോഴിതാ പെരിയ കേസിലെ പ്രതികൾക്കുള്ള ശിക്ഷയിൽ വാദം നടക്കുന്നു. വാദം പൂർത്തിയാക്കി 11:30 പ്രതികളെ പുറത്തേക്കിറക്കി. സുനി നേരിട്ട് ഓടി പീതാംബരനടുത്തെത്തി. കൈകൊടുത്ത് ഏറെ നേരം ഇരുവരും ഒരുമിച്ച് സംസാരിച്ചു. 12:15 പ്രതികളെ കോടതിയിലേക്ക് തിരികെ വിളിപ്പിച്ചാണ് വിധി പ്രസ്താവം നടത്തിയത്. CPM മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K പണികണ്ഠൻ എന്നിവർ ഉൾപ്പെടെ 4 പ്രതികൾക്ക് 5 വർഷം തടവാണ് ശിക്ഷ. മറ്റു 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. CPM നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട പെരിയ ഇരട്ടക്കൊല കൂടുതൽ രാഷ്ട്രീയായുധമാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും സ്മൃതി മണ്ഡപത്തിൽ ഇന്നലെ അവരുടെ വീട്ടുകാരും കോൺഗ്രസ് നേതാക്കളുമൊക്കെ ഒഴുകിയെത്തി. കേസിൽ CBI കുറ്റവിമുക്തരാക്കിയ പ്രതികൾക്കെതിരെ അപ്പീൽ പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം. കുടുംബവും ഒപ്പമുണ്ട്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തുടക്കം മുതൽ CPM പറഞ്ഞിരുന്നു. എന്നാൽ കേസ് അന്വേഷിക്കാൻ CBI എത്തുന്നത് തടയാൻ സുപ്രീം കോടതി വരെ ഭരണകൂടം കയറിയിറങ്ങി. 2 കോടിയോളം രൂപ ഖജനാവിൽ നിന്ന് തുലച്ചു. ഒടുവിൽ ഇരട്ടക്കൊലക്കേസിൽ ജില്ലയിലെ മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് CBI കണ്ടെത്തി. കോടതി തടവ് ശിക്ഷയും വിധിച്ചു. ഇതോടെ പാർട്ടി വീണ്ടും ഭൂലോക പ്രതിസന്ധിയിലായി. CBIയെ ചെറുക്കുമെന്ന് വരെ ഇന്നലെ MP ഗോവിന്ദൻ പറഞ്ഞുവെച്ചു. LDF കൺവീനർ രാമകൃഷ്ണൻ അടക്കം ശക്തമായ നിലപാടാണ് പ്രതികൾക്ക് അനുകൂലമായി ഇന്നലെ പ്രസ്താവനകളായി പുറത്തിറക്കിയത്. ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ പൂർണ്ണമായി പൊതിഞ്ഞുവെക്കുന്ന കാഴ്ചയാണ് CPMന്റെ ഭാഗത്തു നിന്ന് കേരളം കാണുന്നത്. ഇത് ഏറ്റവും ജുഗുപ്സാപരമാണ്. എന്നാൽ ഇന്നലെ പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഏറ്റവും വിചിത്രമായ ഒരു ആവശ്യം. തങ്ങളെ കണ്ണൂർ ജയിലിലേക്ക് അടയ്ക്കണമെന്നാണ് പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. CPMന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ പൂർണ്ണ പിന്തുണ കണ്ണൂർ ജയിലിലുണ്ട്. നേരത്തെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ എത്രമാത്രം കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെന്ന് നമ്മൾ നേർക്കുനേർ കണ്ടതാണ്. ടി.പി. വധക്കേസിലെ പ്രതി കൊടിസുനിക്കിപ്പോൾ പരോൾ ലഭിച്ച് പുറത്താണ്. 1 മാസത്തെ പരോൾ കാലാവധി. വലിയ കളികളാണ് അതിനു പിന്നിൽ. എന്നാൽ തൊട്ടു പിന്നാലെ പെരിയ ഇരട്ടക്കൊലക്കേസിന്റെ വിധിയും പീതാംബരനെ കാണുന്ന കൊടിസുനിയുടെ ചിത്രങ്ങളുമൊക്കെ മറ്റു ചില സംശയങ്ങൾ കേരളത്തിലുണ്ടാക്കുന്നു. കൃപേഷിനെയും ശരത് ലാലിനെയും പ്രതികൾ കൊലപ്പെടുത്തിയത് പ്രൊഫഷണൽ രീതിയിലാണെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ശക്തമായി വാദിച്ചിരുന്നു. പ്രതികളുടെ ക്രൂരകൃത്യത്തിലൂടെ 2 യുവാക്കളുടെ ജീവിതം ഇല്ലാതായി. കൃത്യമായ ഗ്രഹപാഠം നടത്തിയാണ് പ്രതികൾ ആസൂത്രണ മികവോടെ ഈ കൊലപാതകം നടത്തിയത്. കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ പരിഗണിച്ചാൽ പ്രതികൾ ഒരു കരുണയും അർഹിക്കുന്നില്ല എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ വധശിക്ഷകൾ വിധിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവ ഗണത്തിൽപ്പെട്ട കേസിലാണെന്നും ഡൽഹി സ്ഫോടന കേസിലെ പ്രതികൾക്ക് പോലും വധശിക്ഷ വിധിച്ചിട്ടില്ലെന്നും മുൻ കോടതി വിധികൾ പരിഗണിക്കണമെന്നും പ്രതിഭാഗം വാദിച്ചു. തുടർന്നാണ് 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും മറ്റ് 4 പേർക്ക് 5 വർഷം വീതം കഠിന തടവും വിധിച്ചത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലക്കേസ് അതിക്രൂരമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകം. ഇപ്പോഴിതാ പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഒന്നാം പ്രതിയും CPM നേതാവുമായ പീതാംബരന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ. പണ്ട് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ കഴിയുന്ന പീതാംബരന്റെ ഒരു പഴയ ചിത്രമാണ് Q എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ വിധി പാർട്ടിക്ക് തിരിച്ചടിയല്ല എന്ന് അനിൽകുമാർ നേരത്തെ പ്രസ്താവന നടത്തിയിരുന്നു. പാർട്ടി അംഗങ്ങളായ ചിലർ തെറ്റായതിലേക്ക് അവരുടെ താൽപര്യപ്രകാരം മുന്നോട്ട് പോയൊരു സംഭവത്തിനും പാർട്ടി പിന്തുണയില്ല എന്ന വാദമായിരുന്നു അനിൽകുമാർ ഉയർത്തിയത്. എന്നാൽ പീതാംബരന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഈ പോസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു. പീതാംബരന്റെ കൈ തല്ലിയൊടിച്ചത് ആരാണ് എന്ന ചോദ്യം അനിൽകുമാർ ഉയർത്തുന്നു. അത് രാഷ്ട്രീയമല്ലാത്ത കാര്യമാണോ? ശൂന്യതയിൽ നിന്നും ഒന്നും സംഭവിക്കില്ല എന്ന് ന്യായീകരിച്ചിരുന്നു നേരത്തെ അനിൽകുമാർ. പീതാംബരൻ ഇങ്ങനെയൊരു സംഭവത്തിൽ ഉൾപ്പെടാൻ വൈരാഗ്യമുണ്ടാകുന്ന വിധം ആ ആളെ ഭീകരമായി കടന്നാക്രമിച്ചതാര്? അങ്ങനെയൊരു സംഭവമുണ്ടോ? തുടക്കം അവിടെയല്ലേ? അതിനൊന്നും ഉത്തരമില്ലേ എന്നായിരുന്നു അനിൽകുമാറിന്റെ നേരത്തെ ചോദ്യം. സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാപ്സ്യൂൾ പ്രചരണമാണ് CPM മറുവശത്ത് നടത്തുന്നത്.
സേതുമാധവൻ ആക്രമിക്കപ്പെട്ടില്ലായിരുന്നേൽ കീരിക്കാടൻ കൊല്ലപ്പെടില്ലായിരുന്നു. സങ്കടത്തോടെ മാത്രമേ കിരീടം കണ്ടു തീർക്കാനാകൂ. മനുഷ്യന്റെ നിസ്സഹായത, ചെറുത്തുനിൽപ്പ് എല്ലാം വളരെ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. പീതാംബരനെ ആക്രമിച്ചതുകൊണ്ടാണ് കൃപേഷിനും ശരത് ലാലിനും ജീവൻ നഷ്ടപ്പെട്ടത് എന്ന വിധിപ്രസ്താവവുമായി ഇപ്പോൾ CPM നേതാക്കൾ അരങ്ങ് തകർക്കുന്നു. ഇവർക്കൊക്കെ പ്രത്യേക പാർട്ടി കോടതിയും പാർട്ടി നിയമ സംവിധാനങ്ങളുമുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമത്രേ. നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധേയരാക്കാൻ പാർട്ടി അണികളോട് ആവശ്യപ്പെടുന്നു. അവരത് നടപ്പാക്കുന്നു. അവരെ സ്വീകരിക്കാൻ കോടതി മുറ്റത്ത് കൊടിസുനി ഉൾപ്പെടെയുള്ളവരെ അണിനിരത്തുന്നു. എതിർക്കുന്നവരെ വീണ്ടും വീണ്ടും കൊന്നൊടുക്കുന്നു. അതുതന്നെയാണ് കേരളത്തിൻ്റെ ശാപവും. മറ്റൊന്നും വേണ്ട. ഇന്നലെ ശിക്ഷ വിധിച്ചുടൻ കല്യോട്ടെ ശരത് ലാലിൻ്റെയും കൃപേഷിൻ്റെയും ആ സ്മൃതി മണ്ഡപത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കിയാൽ മതി. എത്രമാത്രം നഷ്ടമാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കുടുംബങ്ങൾക്ക് സംഭവിച്ചത് എന്ന് വ്യക്തമാകും. കൊല ചെയ്യപ്പെട്ട യുവാക്കളുടെ മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ വിധി കേട്ടയുടനെ ശരത് ലാലിനെയും കൃപേഷിനെയും അടക്കം ചെയ്ത സ്മൃതി മണ്ഡപത്തിന് മുകളിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ശരത്തിന്റെ പിതാവ് സത്യനാരായണ, കൃപേഷിന്റെ അമ്മ ബാലാമണി, സഹോദരിമാർ, മറ്റു കുടുംബാംഗങ്ങൾ എന്നിവർ മക്കൾ നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും വിധിയിലുണ്ടായ സന്തോഷവും അടക്കാൻ കഴിയാതെ ആ സ്മൃതി മണ്ഡപത്തിന് മുകളിൽ പൊട്ടിക്കരയുന്നു. കൃപേഷിന്റെ പിതാവ് കൃഷ്ണൻ, സഹോദരി കൃഷ്ണപ്രിയ, ശരത് ലാലിന്റെ അമ്മ ലത എന്നിവർ എറണാകുളം CBI കോടതിയിൽ വിധി കേൾക്കാൻ പോയിരുന്നു. തങ്ങളുടെ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മക്കളെ അതിക്രൂരമായി ഇല്ലാതാക്കിയവർക്ക് തൂക്കുകയർ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇരട്ട ജീവപര്യന്തം ശിക്ഷയിൽ തൃപ്തരല്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം കോടതി വിധിയിൽ അവരും ആഹ്ലാദിക്കാതിരുന്നില്ല. ഒരു വശത്ത് മാതാപിതാക്കളുടെ കൂട്ടക്കരച്ചിൽ, മറുവശത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സ്മൃതി മണ്ഡപത്തിൽ തടിച്ചുകൂടി. ഈ ചിത്രങ്ങൾ കണ്ട് ഇനിയും നിങ്ങൾ കൊടിസുനിമാരെ കേരളത്തിന്റെ സമൂഹത്തെ കുത്തിപ്പിളർക്കാൻ ഇറക്കിവിടുകയാണോ? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.